ഡ്രൈവർ എന്ന് പുച്ഛിച്ചയാൾക്ക് ഇന്ന് മലയാളി കൊടുക്കുന്ന അന്ത്യയാത്ര ലോകം മുഴുവനും കണ്ടു. അർജുൻ ഓർമ്മയാകുമ്പോൾ അർജുന്റെ ലോറി ഉടമ മനാഫിന്റെ വാക്കുകളും ശ്രദ്ധേയമാവുകയാണ്. അർജുനെ ജന്മനാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ത്യാഗത്തിന്റെയും പരീക്ഷണത്തിന്റെയും അപമാനത്തിന്റെയും കാലങ്ങൾ താങ്ങേണ്ടി വന്നുവെന്നും മനുഷ്യന് മലയാളി കൊടുക്കുന്ന വില, ആ ഒത്തൊരുമ ലോകമിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കർണാടകയിൽ അറിയപ്പെടുന്ന രക്ഷാപ്രവർത്തകനായ ഈശ്വർ മാൽപ്പയും സംഘവും നടത്തിയത് അതും ലോകമറിഞ്ഞു. 9 നോട്ടിലൊന്നും ആർക്കും വെള്ളത്തിൽ നിൽക്കാൻ സാധിക്കില്ല. കുത്തിയൊഴുകുന്ന പുഴയാണ് ഗംഗാവലി പുഴ. മരങ്ങളും ചില്ലകളും ഷീറ്റും തകരവുമൊക്കെ ആ പുഴയിലുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് ആ മനുഷ്യൻ വെള്ളത്തിലേക്ക് ചാടിയത്. മനാഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിജയിക്കുക എന്ന മൊമെന്റ്സ് ഒരു സെക്കൻഡിലുള്ളതാണ്. പക്ഷേ വിജയിക്കുന്നതിന് പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ ടൈമുണ്ട്, പരീക്ഷണത്തിന്റെ ടൈമുണ്ട്, അപമാനത്തിന്റെ ടൈമുണ്ട്. ഇതോടുകൂടി പ്രശ്നം തീരില്ല. മലയാളി ആരാ? ഈ ഒത്തൊരുമ എന്താ എന്നുള്ളത് ഇന്ന് ലോകം മൊത്തം കാണുന്നു. സാധാരണ ഒരു ഡ്രൈവർ എന്ന് പുച്ഛിച്ച ഒരു മനുഷ്യന് ഇന്ന് കൊടുക്കുന്ന ആദരം ലോകത്തിന്റെ മുഴുവൻ മാതൃകയാണ്. ഇവിടെ മനുഷ്യന് കൊടുക്കുന്ന വില എന്താണെന്ന് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച ഒരാളെ 600 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലീസിന്റെ അകമ്പടി, MLA അകമ്പടി, മന്ത്രിമാരുടെ അകമ്പടി. നോക്കണം, ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന വില. പ്രയാസങ്ങളുണ്ടായി, പുഞ്ചിരിയോടുകൂടിയാണ് നമ്മളത് നേരിട്ടത്, പോരാടി. പക്ഷേ അക്രമത്തിലൂടെയല്ല. സമൂഹത്തിൽ നല്ല ജീവികളും ക്ഷുദ്രജീവികളുമുണ്ട്. നല്ല ജീവികളെല്ലാവരും കൂടി ക്ഷുദ്രജീവികളെ ശുദ്ധികലശം നടത്തുകയാണ് വേണ്ടതെന്നാണ് മനാഫ് പറയുന്നത്. മകനെ കണ്ടെത്തുമെന്ന് അർജുന്റെ അമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിച്ചുവെന്ന് ഈശ്വർ മാൽപ്പയും പറഞ്ഞു. ശിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന് വികാര നിർഭരമായ യാത്രാമൊഴിയുമായി കണ്ണാടിക്കൽ ഗ്രാമവും കേരളവും ഒപ്പം നിന്നു. 80 ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അർജുൻ സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തി. നിറകണ്ണുകളോടെ ഒരു നാടൊന്നടങ്കം അർജുനെ ഏറ്റുവാങ്ങി. അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത് 100 കണക്കിന് ആളുകളാണ്. 1 കിലോമീറ്ററോളം നീളത്തിലായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ നിര പോലും ഉണ്ടായത്. പൊതുദർശനത്തിന് പിന്നാലെ അർജുനെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിറമൊഴികളോടെ പ്രിയപ്പെട്ടവരേവരും അർജുന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാർവാർ MLA സതീഷ് സെയിലും യാത്രാമൊഴി ഏകാനെത്തി. അർജുന്റെ സംസ്കാര ചടങ്ങുകളടക്കം പൂർത്തിയായിരിക്കുകയാണ്. അമരാവതി വീടിനരികെ അർജുന് അന്ത്യവിശ്രമം. അർജുന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി അർപ്പിച്ച് 100 കണക്കിന് ആളുകൾ കണ്ണാടിക്കൽ ഗ്രാമത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അന്ത്യയാത്ര തന്നെ അർജുന് ജന്മനാട് നൽകിയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ നിരവധി പേർ എത്തി. കേരള അതിർത്തിയ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും കണ്ണൂരിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അർജുന് ആദരാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.